നമസ്കാരം. നന്ദകുമാറാണ്. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ എഴുത്തച്ഛൻ്റെ സമുദ്രലംഘനം അധ്യാത്മരാമായണത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം, നമ്മൾ സുന്ദരകാന്ഡത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം പഠിക്കാനുണ്ട്. അതിൻ്റെ പൂർവ്വ കഥയൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പാഠഭാഗത്തിലൂടെ ഒന്ന് പോകുകയാണ് നമ്മൾ. അപ്പോൾ ഹനുമാൻ സമുദ്രം ലംഘിച്ച് ലങ്കയിലെത്തി അവിടെ സീതയെ കണ്ടെത്തി ആ വിവരം തിരിച്ചെത്തി പറയുക. ഇതാണ് സമുദ്രത്തിൻ്റെ ലംഘനത്തിൻ്റെ ഉദ്ദേശം. തൻ്റെ ആ സമുദ്രം ലംഘിച്ച് അപ്പുറം ചെല്ലുന്നതിൻ്റെ, ലങ്കയിൽ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം അതാ, സീതയെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഹനുമാൻ താൻ യാത്രയ്ക്കായി തയ്യാറെടുത്ത സമയത്ത് മറ്റ് കവിവരന്മാരോട് പറയുകയാണ്, ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. ലവണജലനിധി ശതകയോജനാവിസ്തൃതം. ലവണജലനിധി, ലവണജലം എന്ന് പറഞ്ഞാൽ സമുദ്രം. ആ സമുദ്രത്തെ, അത് എങ്ങനെയുള്ള സമുദ്രമാണ്? ശതകയോജന വിസ്തൃതം, 100 കണക്കിന് യോജന വിസ്തൃതമായിട്ടുള്ള വലിയ വലുപ്പമുള്ള ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തെ ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. ആ സമുദ്രം ലംഘിച്ച് ലങ്കയിലേക്ക് ചെല്ലുവാനായിട്ട് മാരുതി. മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമാൻ, മരുത്തിന്റെ മകൻ മാരുതി, വായു ഭഗവാന്റെ മകനാണ് ഹനുമാൻ. അതുകൊണ്ട് മാരുതി എന്ന ഒരു പേര് ഹനുമാനുണ്ട്. അപ്പോൾ മാരുതി എന്തിനു തയ്യാറെടുക്കുകയാണ്? ആ സമുദ്രത്തെ, 100 കണക്കിന് യോജന വിസ്തൃതമായിട്ടുള്ള സമുദ്രത്തെ ലംഘിച്ച് അപ്പുറം കടക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ അതിനെന്ത് മുന്നൊരുക്കമാണ് ഹനുമാൻ നടത്തുന്നത്? മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു. മനുജ പരിവൃഢന്റെ ചരണ നളിന യുഗളത്തെ. മനുജൻ മനുഷ്യൻ, പരിവൃഢൻ ശ്രേഷ്ഠൻ. മനുജ പരിവൃഢൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ, രാമനെ കുറിച്ചാണ് പറയണം. ഉത്തമ പുരുഷൻ എന്ന സങ്കല്പം രാമനാണ് ഉള്ളത്. ആ രാമന്റെ ചരണ നളിന യുഗളം. ചരണം കാലുകള്, നളിനം താമര, യുഗളം 2. അപ്പോൾ താമരപ്പൂ പോലെ മൃദുലമായിട്ടുള്ള ആ രാമദേവന്റെ, രാമഭഗവാന്റെ 2 കാലടികളെയും മനസ്സിൽ ഉറപ്പിച്ച് മുത, എല്ലായ്പ്പോഴും സന്തോഷത്തോടുകൂടെ എല്ലായ്പ്പോഴും മനസ്സിൽ ഉറപ്പിച്ച്, ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. ആ അചഞ്ചലമായ രാമഭക്തി മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു? നമ്മുടെ ഹനുമാൻ ഉറപ്പിച്ചു വെച്ചു. എന്നിട്ട് എന്തിനു തയ്യാറെടുക്കുകയാണ്? ആ വലിയ സമുദ്രത്തെ ചാടിക്കടക്കാൻ തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് മറ്റ് കവിവരന്മാരോട്, മറ്റ് വാനരശ്രേഷ്ഠന്മാരോട് ഹനുമാൻ പറയുകയാണ്, കവിവരരോട് അമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിൽ എല്ലാവരും. മറ്റ് വാനരന്മാർക്കൊക്കെ ഈ ഹനുമാൻ ഇത് സമുദ്രം ലംഘിക്കാൻ സാധിക്കുമോ, ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയത്തിൽ നിൽക്കുമ്പോൾ ആ വാനരന്മാരോട് പറയുകയാണ്, കവിവരരോട് അമിതബല സഹിതം, അമിതമായ ബലത്തോടുകൂടെ തൻ്റെ ആ ശരീരത്തിൻ്റെ ശക്തി, കായശക്തി കാണിച്ചുകൊണ്ട് ആ ഹനുമാൻ മറ്റു വാനരന്മാരോട് ഉര ചെയ്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിൽ എല്ലാവരും, നിങ്ങളെല്ലാവരും ഇതാ കണ്ടുകൊള്ളൂ എൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞിട്ട് മറ്റ് വാനന്മാരോട് പറയാണ് എന്ത്? മമ ജനക സദൃശനഹം അതിചപലമമ്പരേ മാനേന പോകും നിദാശരേശാലയെ. എന്താ പറയണത്? മമ ജനക സദൃശനഹം അതിചപലം അമ്പരെ. മമ ജനക സദൃശൻ, എൻ്റെ ജനകന്റെ തുല്യനാണ് ഞാൻ. എൻ്റെ ജനകൻ ആരാ? വായു ഭഗവാൻ. അപ്പൊ ഹനുമാൻ പറയാണ്, എൻ്റെ അച്ഛനായിട്ടുള്ള ആ വായു ഭഗവാന്റെ തുല്യനാണ്, സദൃശ്യനാണ്, അതിന് തുല്യനാണ് അഹം, ഞാൻ സ്വയം. ഹനുമാൻ പറയാ, ഞാൻ എൻ്റെ അച്ഛനായിട്ടുള്ള വായു ഭഗവാനോളം തന്നെ കരുത്തനാണ്. ആ വായു ഭഗവാനെ പോലെ ചപലമമ്പരെ. വായു ഭഗവാന് സമുദ്രം ലംഘിച്ച് കടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വായു സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ആ വായു ഭഗവാന്റെ പുത്രനായിട്ടുള്ള എനിക്കും ഈ സമുദ്രം ലംഘിച്ച് കടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചപലമമ്പരെ, വളരെ നിഷ്പ്രയാസമായിട്ട് അമ്പരത്തില്, ആകാശത്തില് ഞാൻ എന്ത് ചെയ്യും? മാനേന പോകും നിദാശരേശാലയെ. അശരേശന്റെ ആലയത്തിലേക്ക് ഈ സമുദ്രം ലംഘിച്ച് ഞാൻ വളരെ എളുപ്പത്തിൽ, നിഷ്പ്രയാസം എത്തിച്ചേരും. അശരേശൻ എന്ന് പറഞ്ഞാൽ പോകുന്നിത അശരേശാലയെ. അശരേശൻ അസുരൻ, അസുരന്റെ കൊട്ടാരത്തിലെ, ആലയം കൊട്ടാരം, വീട് എന്നൊക്കെ അർത്ഥം. ആ രാവണന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ വളരെ നിഷ്പ്രയാസം എൻ്റെ അച്ഛനെ പോലെ ഈ സമുദ്രം ലംഘിച്ച് എത്തിച്ചേരും എന്ന് പറയുക. തുടർന്ന് പറയാണ്, അജതനയ തനയ ശര സമമധിക സാഹസാലദ്വൈവ പശ്യാമി രാമപത്നീമഹം. അവിടെ ചെന്നിട്ട് എന്താ? തനയ ശര സമം. തനയൻ, അജന്റെ തനയൻ. തനയൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അജൻ എന്ന രാജാവിന്റെ പുത്രൻ, അത് ദശരഥനാണ്. അജതനയൻ
ദശരഥൻ. അജതനയ തനയൻ, ദശരഥന്റെ തനയൻ രാമൻ. അപ്പോൾ അജതനയ തനയൻ എന്ന് പറഞ്ഞാൽ ആരാ? രാമൻ. ശരം എന്ന് പറഞ്ഞാൽ അമ്പ്. അപ്പോൾ ആ രാമഭഗവാന്റെ അമ്പിന് തുല്യം, സമം, തുല്യമായിട്ടുള്ള വേഗത്തിൽ, അധിക സാഹസാൽ, ആ രാമഭഗവാന്റെ അമ്പിന് തുല്യമായ വേഗതയിൽ ഞാൻ എന്ത് ചെയ്യും? അദ്വൈവ പശ്യാമി രാമപത്നീമവും, വളരെ പെട്ടെന്ന് ഞാൻ ഈ സമുദ്രം ലംഘിച്ച് അപ്പുറം ചെന്ന് ആ രാമപത്നിയെ, സീതയെ കണ്ടെത്തും. എന്നിട്ടോ അഖില ജഗതധിപനോട് വിരവിൽ അറിയിപ്പൻ അങ്ങ് അദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. ഞാൻ തിരിച്ചെത്തിയിട്ട് അഖില ജഗതധിപനോട് വിരവിൽ അറിയിപ്പൻ, എല്ലാ ലോകങ്ങളുടെയും അധിപനായിട്ടുള്ള ആ രാമഭഗവാനോട് ഞാൻ അറിയിക്കും, സീതയെ ഞാൻ കണ്ടു എന്നുള്ള വിവരം അറിയിക്കും. വിരവിൽ അറിയിപ്പൻ അങ്ങ് ആദ്യമായിട്ട് ഓടിച്ചെന്നിട്ട് ഞാൻ ആരെ അറിയിക്കും? നമ്മുടെ ഹനുമാൻ പറയാണ്, ഞാൻ രാമഭഗവാന്റെ അടുത്ത് ചെന്ന് സീതയെ കണ്ടെത്തി എന്നുള്ള ആ സന്തോഷ വർത്താന്തം അറിയിക്കും. അപ്പോൾ ഞാൻ കൃതാർത്ഥനാവും. കാരണം എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ ചെയ്തുവല്ലോ എന്നുള്ള ആ കൃതാർത്ഥത എനിക്കുണ്ടാവും. എൻ്റെ ജീവിതം കൃതാർത്ഥോസ്മ്യഹം, എൻ്റെ ജന്മം തന്നെ കൃതാർത്ഥതയായിട്ട് ഭാഗ്യം ചെയ്തതായിട്ട് മാറും. തുടർന്ന് പറയാണ്, പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവടു കടക്കുമജ്ജന്മന കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. ഹനുമാൻ പറയാണ്, പ്രണതജന ബഹുജനന മരണഹരനാമകം, പ്രണതജനങ്ങളെ, തന്നെ അഭയം പ്രാപിക്കുന്ന ജനങ്ങൾക്ക് ജനനവും മരണവും മൃതികളെ ഇല്ലാതെയാക്കിയിട്ട് ഹരിച്ചിട്ട് മോക്ഷം നേടിക്കൊടുക്കുന്ന നാമത്തോട് കൂടിയവനാണ് ആര്? രാമൻ. എന്ന് പറഞ്ഞാൽ രാമനെ കുറിച്ചൊരു സങ്കല്പം, രാമനാമം ജപിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ പുണ്യം കിട്ടും, മോക്ഷം കിട്ടും. ജനിയും മരണവും ഒന്നുമില്ലാതെ വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഇങ്ങനെയുള്ള ജനന മരണങ്ങളൊന്നുമില്ലാതെ ശാശ്വതമായിട്ടുള്ള മോക്ഷം ലഭിക്കും എന്നാണ് സങ്കല്പം. അപ്പോൾ ഇവിടെ പറയാണ് എന്താ? പ്രണതജന ബഹുജനന മരണ ഹരനാമകം, തന്നെ അഭയം പ്രാപിക്കുന്ന ജനങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ, അജന്മന, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കൊടുക്കുന്ന ആളാണ് ആര്? രാമൻ. പിന്നെ കിം പുനസ്തസ്യ ദൂതോസ്മേഹം, പിന്നെ എനിക്ക് ഒരു ദൂതനായിട്ടുള്ള എൻ്റെ കാര്യം പറയാണ്ടോ? അതായത് രാമനാമം ജപിച്ചാൽ ജനിമൃതികളാവുന്ന സമുദ്രം തന്നെ തരണം ചെയ്ത് മോക്ഷത്തിലേക്ക് എത്തും. അപ്പൊ പിന്നെ ആ രാമന്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉള്ളപ്പോൾ എനിക്ക് വെറും ഒരു ദൂതനായിട്ടുള്ള എനിക്ക് ഈ സമുദ്രം ലംഘിച്ച് കടക്കാനാണോ പ്രയാസം ഉണ്ടാവുക? എനിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് പറയാ. തുടർന്ന് പറയാണ്, തദനു മമ ഹൃദി സപതി രഘുപതിരനാമൃതം അനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസിമേ. തദനു, അത് മാത്രമല്ല, മമ ഹൃദി, എൻ്റെ ഹൃദയത്തില്, സപതി എല്ലായ്പ്പോഴും, രഘുപതിരനാരദം, രഘുപതി എല്ലായ്പ്പോഴും ഉണ്ട്. ആ രാമൻ, രഘുപതി രാമൻ എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ട്. അതുകൊണ്ട് രാമന്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ട്. അതുമാത്രമല്ല, തസ്യ അങ്കുലീയവുമുണ്ട് ശിരസിമേ, ആ രാമന്റെ അങ്കുലീയം, മോതിരം, രാമനൊരു മുദ്രമോതിരം സീതയെ കാണിക്കാനായിട്ട് കൊടുത്തയച്ച കഥയൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ അങ്കുലീയവും എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ രാമൻ എന്താ പറയണ? ഹനുമാൻ എന്താ പറയണേ? രാമനാമം ജപിക്കുന്നവർക്ക് ജനിമൃതികളെ പോലും തരണം ചെയ്ത് മോക്ഷം കിട്ടും എന്നിരിക്കെ ആ രാമന്റെ അനുഗ്രഹവും കൂടാതെ ആ രാമന്റെ മുദ്രമോതിരവും എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ വെറും ഒരു സമുദ്രം അപ്പുറം കടക്കാനാണോ ബുദ്ധിമുട്ടുണ്ടാവുക? യാതൊരു തടസ്സവും ഉണ്ടാവില്ല, എനിക്ക് വളരെ എളുപ്പത്തിൽ ഈ സമുദ്രം ലംഘിക്കാൻ സാധിക്കും എന്ന് ആരോട് പറയാണ്? മറ്റു വാനരശ്രേഷ്ഠന്മാരോട് പറയാണ്. എന്നിട്ട് പറയാണ്, കിമബി നഹി ഭയമുദതി സപതി തരിതും, നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഖേതുമേ. കിമബി നഹി ഭയമുദിതും, ഇങ്ങനെ ഇരിക്കെ കിമബി, എന്തിനാണ് എനിക്ക്? നഹി ഭയമുദിതും, എനിക്ക് എന്തിനാണ് ഭയം? എനിക്ക് യാതൊരു ഭയവുമില്ല. ഉദതി സപതി തരിതും, ഈ സമുദ്രത്തെ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? തരിതും, കടക്കും, അപ്പുറത്തേക്ക് കടക്കും, ലംഘിച്ച് കടക്കും. നിങ്ങൾ കീശപ്രവരരെ എന്ന് വിളിച്ചിട്ട് പറയാം. കീശപ്രവരെന്ന് പറഞ്ഞാൽ വാനരശ്രേഷ്ഠന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഖേദിയായി ഖേതുമേ, നിങ്ങൾ ഖേദിക്കേണ്ട. ഒരു തരത്തിലുള്ള ഖേദവും നിങ്ങൾക്ക്, ദുഃഖവും നിങ്ങൾക്ക് വേണ്ട. എനിക്ക് യാതൊരു അപകടവും സംഭവിക്കില്ല. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും. ഇതി പവനതനയൻ, ഇപ്രകാരത്തില് പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു ഭഗവാന്റെ തനയൻ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പുത്രൻ. അപ്പോൾ പവനതനയൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ.
അപ്പൊ ഇപ്രകാരത്തിൽ പവനതനയൻ ഉര ചെയ്തു. ഉര ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു. എന്ത്? നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് യാതൊരു അപകടവും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും, തൻ്റെ വാലും കൈകളുമൊക്കെ ഉയർത്തിയിട്ട് തൻ്റെ ശക്തി ഇങ്ങനെ ഒന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്ന് ആകുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി. അതിവിപുല ഗളതലവും ആർജവമാക്കി, തൻ്റെ കൈയും വാലും തൻ്റെ ഉയർത്തിയ ശിരസ്സുമൊക്കെ എടുത്തു വെച്ച് ആകുഞ്ചിതാംഗ്രിയായി, ഉയർത്തിപ്പിടിച്ച ശിരസ്സോട് കൂടിയിട്ട് ഊർധ്വനയനായി, മുകളിലേക്ക് നോക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കി. നയനം കണ്ണ്, ഊർധ്വം മുകളിലേക്ക് കണ്ണുകൾ ഇങ്ങനെ ഒന്ന് ചലിപ്പിച്ച് ഒന്നിങ്ങനെ രാമഭഗവാനെയും തനിക്ക് ചാടിക്കിടക്കാനുള്ള സമുദ്രത്തെയും ഒക്കെ ഒന്ന് ഓർത്തു. എന്നിട്ടോ ദശവദനപുരിയിൽ നിജ ഹൃദയമോർമുറപ്പിച്ചു ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടിനാൻ. ഇങ്ങനെ ദശവദനപുരിയിൽ, ആ ദശവദനൻ എന്ന് പറഞ്ഞാൽ 10 ശിരസ്സുകളുള്ളവൻ രാവണൻ. വദനപുരി, രാവണന്റെ പുരി, ലങ്ക. അപ്പോൾ ആ ലങ്കയിലേക്ക് നിജ ഹൃദയം ഉറപ്പിച്ചു, തൻ്റെ ഹൃദയം ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചു. ദക്ഷിണ ദിക്കുമാലോക്യ ചാടിനാൻ, ദക്ഷിണ ദിക്ക് നോക്കിയിട്ട് വളരെ ശക്തമായിട്ട് ആര് ചാടി? ഹനുമാൻ ചാടി. എന്നിട്ട് എങ്ങോട്ട് കിടക്കുകയാണ്? ലങ്കയിലേക്ക് കിടക്കുകയാണ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ആ ഒരു ഭാഗം. അതിൽ നമുക്ക് ഒരു ഭാഗം കൂടിയുള്ളത് ഇവിടെ. അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്ന് ആകുഞ്ചിതാംഗ്രിയായി. ആകുഞ്ചിതാംഗ്രി എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയരത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാല് നിലത്ത് ഉറപ്പിച്ച് നിൽക്കുമല്ലോ. അപ്പം കാലൊന്നിങ്ങനെ വളഞ്ഞ് ഒന്നിങ്ങനെ ഉയർത്തി ചാടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാല് ഉയർത്തിക്കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട്, അതാ ആകുഞ്ചിതാംഗ്രി എന്ന് പറഞ്ഞാൽ, ആകുഞ്ചിതമായ അംഗ്രിയോട് കൂടിയവൻ കേട്ടോ. അപ്പം കാല് നിലത്തൊന്ന് ഉറപ്പിച്ച് ഒന്ന് ഉയരത്തിൽ ചാടാനുള്ള ശ്രമത്തിൽ താനെന്നിങ്ങനെ ആ രാവണപുരിയെ മനസ്സിലൊന്നിങ്ങനെ ചിന്തിച്ച് അങ്ങോട്ട് ചാടി. ദക്ഷിണ ദിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തു? ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടി. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന സമുദ്രലംഘനം എന്ന് പറയുന്ന പാഠഭാഗം. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കുക. ആവശ്യമായ കുറിപ്പുകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഇന്നേക്ക്